ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തകർച്ചകളിന്നെനിക്ക് തിരുനാഥ ദർശന ഹേതുക്കളായി, തോൽവികളെന്നെനിക്ക് സർവേശ സാന്നിധ്യവേദികളായി, ദുഃഖങ്ങളെന്നെനിക്ക് ദൈവത്തിൻ ദയകളും രോഗങ്ങളെന്നെനിക്ക് കുരിശിലെ സായുജ്യ സാരങ്ങളായി. അതെ, ഒരു തകർച്ച, ഒരു വീഴ്ച, ഒരു കൊച്ചു വീഴ്ച, അതിനെക്കുറിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. തന്നെ ഒരു വീൽ ചെയറാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഹാൻഡിലൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിക്കുവാണ്. അപ്പോൾ ഒരു വീൽ ചെയറിൽ നിന്നൊരു പാഠം, അപ്പോൾ വീഴ്ചയിൽ നിന്നൊരു പാഠം എന്നാണ് ഞാൻ ക്യാപ്ഷൻ ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, അല്ലടി വീൽ ചെയറിൽ നിന്നൊരു പാഠം എന്നാണ് ശരിക്കും വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പം എനിക്കുണ്ടായ ഒരു വീഴ്ച എന്ന് പറയാൻ പറ്റിയല്ല, ഒരു ചെറുതായിട്ട് സാൻഡലിൽ നിന്ന് കാലൊന്ന് സ്ലിപ്പായിപ്പോയി. അപ്പോൾ അതൊരു ഫ്രാക്ചറിൽ അവസാനിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ആകട്ടെ ഇന്നത്തെ എപ്പിസോഡെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ആക്ച്വലി ഞാൻ ചെയ്യാനിരുന്ന ഒരു സ്കിൻ കെയറിൻ്റെ എപ്പിസോഡ് അതായി അപ്ലോഡ് ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്ന, ഞാനിങ്ങനെ മെഡിക്കൽ ലീവിലും ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാവുന്ന ആൾക്കാർ, എല്ലാവർക്കും അറിയത്തില്ലല്ലോ ഇപ്പം നമ്മൾ നല്ലതായിട്ടിരുന്ന സമയത്ത് ചെയ്തൊരു എപ്പിസോഡാണ് അതെന്നൊന്നും കാണുന്നവർക്ക് മനസ്സിലായല്ലോ, എനിക്കറിയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അത് മനുഷ്യർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കണ്ട, നമ്മൾ മെഡിക്കൽ ലീവിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്ത് ഭയങ്കര ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർത്തു ഈ ഒരു ചെറിയ ഒരു സ്ലിപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് പാഠങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഞാൻ നമ്മുടെ ഗരാജിൽ നിന്ന് ആ ത്രാഷ് ക്യാൻ ഇരിക്കുന്നിടത്തോട്ട് ത്രാഷ് കളയാൻ വേണ്ടി പോയതാണ്. ആക്ച്വലി എനിക്കതിന് പോകേണ്ട ആവശ്യം തന്നെ ഇല്ല, ത്രാഷ് ഓൾറെഡി കളഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഒന്നും കൂടെ ഒന്ന് ക്ലീനാക്കി വരാനുള്ളത് വഴി തങ്ങുകയെന്ന് പറഞ്ഞ പോലെ. അപ്പം നമുക്കിങ്ങനെ തോന്നിക്കണം അപ്പോൾ എന്നൊക്കെ, അതൊക്കെ അന്നേരം വന്നിരിക്കും, അതാണ്. അപ്പം ഞാൻ കളഞ്ഞിട്ട് ത്രാഷ് അതിൻ്റെ തിട്ടിട്ട് ഇച്ചിരി ദൂരം ആ ഗരാജിലോട്ടുള്ള കുറച്ച് ദൂരമുള്ളൂ. ഭയങ്കര ചൂടായി ഇപ്പോൾ വെളിയിൽ. അപ്പോൾ ആ ചൂടത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓടിയതാണ്. ഓടരുതമ്മാവ ആളറിയാമെന്ന് പറഞ്ഞ പോലെ സാൻഡലേന്ന് കാലങ്ങ് സ്ലിപ്പായിപ്പോയി, വീണൊന്നുമില്ല. പക്ഷെ അതൊരു 5th മെറ്റാറ്റാഴ്സൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെറുവിരൽ, വലത്ത് കാലിൻ്റെ തള്ളവിരലല്ല കൊച്ചുവിരൽ ഒന്ന് ഫ്രാക്ചറായി. അതൊരു 1.8% ഫ്രാക്ചർ. അത് 2% ആയി പോയായിരുന്നെങ്കിൽ സർജറി ചെയ്യേണ്ടി വന്നേനെ. അത് വരാതെ അവിടെ കൊണ്ട് നിന്നു. അപ്പം ഞാൻ ഓർക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ തമ്പുരാൻ എന്നെ റിമൈൻഡ് ചെയ്യിക്കുവാണെന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ പ്രീവിയസ് വീക്കിൽ എനിക്ക് ഇച്ചിരി വയ്യാഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നാളൊരു 3-4 മാസം നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഞാനിങ്ങനെ ഒരു ചെറിയ ബ്രേക്കുകളൊക്കെ തന്നെ എടുക്കാറുണ്ടാവും. അത് ഇച്ചിരി വയ്യെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ഒരു 2 ദിവസം അടുപ്പിച്ച് സിക്ക് വിളിച്ചിട്ട് ഞാൻ ഒരു 6-7 ദിവസം ഒരുമിച്ച് കിട്ടും അങ്ങനെ എടുത്താൽ. അപ്പം ഞാൻ 6-7 ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് അന്ന് ജോലിക്ക് പോകേണ്ട ദിവസമായിരുന്നു. 7 ദിവസം അവധി കിട്ടി. എന്നിട്ടും എനിക്ക് ആ ഒരു അത്യാഗ്രഹം, മടി, പോകണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങ് വന്ന്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് അത് ഒരു പാഠം. അങ്ങനെ നമ്മൾ മടി വിചാരിക്കാൻ പാടില്ല. അത് ഈ നേഴ്സിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കെന്നും ഒരു ബാലികേറാമലയായിരുന്നു. നമ്മളിത് പറയുമ്പോൾ മനുഷ്യർ വിചാരിക്കും അഹങ്കാരം പറയുവാണെന്ന്. അഹങ്കാരം ഒന്നുമല്ല, നമ്മുടെ നിസ്സഹായത, നമ്മുടെ അറിവില്ലായ്മ. ചില ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാത്തിനും ചേർന്ന സ്കിൽസ്. എനിക്ക് ഏറ്റവും പ്രശ്നം നേഴ്സിംഗിലെ ബേസിക് നേഴ്സിംഗ് കെയറിൻ്റെ ആ ഒരു സ്കിൽസിൽ എനിക്ക് അതിനുള്ള ഞാൻ അങ്ങനെ ഒരു മിടുക്കിയൊന്നും അല്ല. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ കരുണയിൽ എന്നെ ഇത്രയും വർഷങ്ങൾ തമ്പുരാൻ നടത്തിക്കൊണ്ട് പോയി എന്നുള്ളതല്ലാതെ. പക്ഷേ ഒരു നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു വശവും എനിക്കുണ്ട് നേഴ്സിംഗിൽ. ക്രിട്ടിക്കൽ കെയർ തിങ്കിങ്, ഇങ്ങനെ ഏതെങ്കിലും ലൈൻ ഇടാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്നത്. പക്ഷേ എങ്കിലും ആ മറ്റേ ഒരു സൈഡ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും നമുക്കതിന് ചേർന്ന കഴിവുകളുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എപ്പോഴും ഒരു സഫറിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഷൈനിയും നേഴ്സിങ്ങും എന്നോർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് ആ മൂവിയുടെ പേരെനിക്ക് ഓർമ്മയില്ല. ആ ഒരു മൂവിയിലെ സീനാണ്. ഏതാണെന്നറിയാം, ജയറാം പട്ടാളത്തിൽ പോകുന്നു, നിവൃത്തികേട് കൊണ്ട് പോകുന്നു. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത് പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് പട്ടാളത്തിൽ നിന്ന്
ഇറങ്ങാൻ വേണ്ടിയിട്ട് കിറുക്കായിട്ട് വട്ടായിട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ ഒരു വാഴത്തോട്ടത്തിൽ കൂടെ ഒരു അരിവാളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്ന വാഴയൊക്കെ വെട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ചെമ്പരത്തിപ്പൂവൊക്കെ ചെവിയിൽ വെച്ച്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കും, ജയറാം ആ ഒരു ഷോട്ടിൽ മാത്രമേ ചെമ്പരത്തിപ്പൂ വെച്ച് ഓടിയുള്ളൂ, പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ ചെമ്പരത്തിപ്പൂ വെച്ച് ഓടിയ ഞാനോ എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്നോട് ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുവാണ്, നേഴ്സിംഗ് എന്ന് പറഞ്ഞ ദൈവികമായൊരു വിളിയാണെന്ന്. നേഴ്സിംഗ് മാത്രമല്ല, എല്ലാ പ്രൊഫഷനും ദൈവികമായ വിളി തന്നെയാണ്, പക്ഷേ പ്രത്യേകിച്ച് നേഴ്സിംഗ് തീർച്ചയായിട്ടും അതെ. പക്ഷേ ആ വിളി ഇല്ലാതെ അതിൻ്റെ അകത്ത് പോയി കിടന്ന് അനുഭവിക്കുന്ന വ്യതയുണ്ടല്ലോ, ആ വിളിയില്ലാതെ നമുക്ക് രക്ഷപ്പെടാനും പറ്റിയില്ല. കാരണം ഇന്നത്തെ കാലത്തൊക്കെ പിള്ളേർ ഈ ഒരു പ്രൊഫഷൻ ശരിയാവുന്നില്ലെങ്കിൽ അടുത്തൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അന്നൊന്നും നമുക്ക് ഒന്നിൻ്റെ അകത്ത് ചെന്ന് വെട്ടപ്പെട്ടു അത് നമ്മളങ്ങ്. പക്ഷേ അതാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലെത്തിയത്, എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആ ഒരു വിസ ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതുകൊണ്ടാണ് ഈ മടിയൊക്കെ വരുന്നത്. അതിന് ചേർന്ന ഒരു നല്ല മിടിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മടിയൊന്നും ഒരുപക്ഷെ വരില്ല, നമ്മളവിടെ പോയി എൻജോയ് ചെയ്യും ആ പ്രൊഫഷനൊക്കെ. അങ്ങനെയൊക്കെ എനിക്ക് എത്രയോ പേരെ അറിയാം, അതിൽ എൻജോയ് ചെയ്യുന്നവരെ, അതിനെ ഒത്തിരി സന്തോഷത്തോടെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ. പക്ഷേ എന്തോ എനിക്ക് അത് പറ്റിയിട്ടില്ല. പക്ഷെ അതിനെ നമ്മൾ കൂടുതൽ അതിൻ്റെ നമ്മൾ എന്തെല്ലാം ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലും എനിക്ക് ഇന്ന കുറവുകളുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതൊന്നൊരു ശരിയായ ഒരു രീതിയല്ല എന്ന് അതിനെ ഇഷ്ടപ്പെടണം എന്ന്. ഇനി ഇഷ്ടപ്പെടാനൊന്നും ഒത്തിരി കാലങ്ങളൊന്നുമില്ല, ഇത്രയും കാലങ്ങൾ ദൈവം നടത്തി, ഇനി ബാക്കി കുറച്ച് സമയങ്ങളുള്ളതും കൂടെ തമ്പുരാൻ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തും. അപ്പോൾ ഇനിയുള്ള സമയമെങ്കിലും അതിനെ കൂടുതൽ സന്തോഷത്തോടെയും എൻജോയ് ചെയ്തും അതിൽ ദൈവികമായ ആ ഒരു പ്രസൻസ് അതിൻ്റെ അകത്ത് കണ്ട് ജീവിക്കാനൊക്കെ തമ്പുരാനൊരു റിമൈൻഡർ തന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അതുപോലെ നമുക്ക് ഏത് പ്രശ്നം വരുമ്പോഴും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അല്ലേ. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഉള്ളിൽ തന്നെ തിന്മയുടെ ശക്തിയും നന്മയുടെ ശക്തിയും ഉണ്ട് അല്ലേ. നമ്മുടെ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ തിന്മയുടെ ശക്തി നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് പറയും, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ. നമുക്ക് ഇത് മാത്രമല്ല, ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും വേദനകളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴൊക്കെ ആ ഈവിൾ സ്പിരിറ്റിൻ്റെ ആ തിന്മയുടെ ശക്തി എന്ന് പറയും, നീ ഒരു പരാജയമാണ്, ഇങ്ങനെയൊക്കെ പല ആ ഒരു തോട്ടിലോട്ട്, നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ആ ഒരു അതിലേക്ക് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ അതൊരു വലിയ നീർക്കയത്തിലോട്ട് നമ്മളങ്ങ് നമ്മൾ ഇല്ലെന്നായി പോകും. അപ്പം അതൊന്നും വരാതെ ആ നന്മയുടെ ശക്തി അപ്പോൾ ഇരുന്ന് പറയും, തമ്പുരാൻ ദൈവികമായ ശക്തി എന്നിരുന്ന് പറയും, മകളെ നിനക്ക് ഇത്ര വല്ലേ വന്നുള്ളൂ, ഒരു ചെറിയ വിരലല്ലേ ഒടിഞ്ഞുള്ളൂ. അപ്പം തള്ളവിരലായിരുന്നെങ്കിലോ, ഒരു വീണായിരുന്നെങ്കിലോ, ഒരു ഫ്രാക്ചറായി പോയിരുന്നെങ്കിലോ, തലയടിച്ച് വീണിരുന്നെങ്കിൽ ഒരു പടമായിട്ട് നീ ഭിത്തിയിലിരിക്കായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പിള്ളേർ പടമൊന്നും വെക്കത്തില്ല, അതുകൊണ്ട് അത് വരികയില്ല. അപ്പോൾ അങ്ങനെ പല ഇപ്പോൾ അന്ന് ജോലിക്ക് പോയി ഓടിച്ച് പോയ വഴിക്കുന്നെങ്കിലും വന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പല ഇതിൽ നിന്നും നമ്മളെക്കാട്ടിൽ എത്രയോ അധികം സഫർ ചെയ്യുന്നവർ, ഒരു കുഞ്ഞു പേരിൽ ഇത്ര വന്നപ്പോൾ തളർന്ന് കിടക്കുന്നവർ ജീവിതകാലം അങ്ങനെയൊക്കെ എന്തെല്ലാം വേദനകളിൽ കൂടെ കടന്നു പോകുന്നവർ, അവരുടെയൊക്കെ വേദനകൾ ഒരിക്കൽ കൂടി നമുക്കും മനസ്സിലാക്കാനായിട്ട് ഓരോ ചെറിയ അവസരങ്ങൾ തമ്പുരാൻ തരുവാണ്. അപ്പം നമ്മൾ അനുഭവിച്ചാലേ നമുക്കതിൻ്റെ ഒരു കൊച്ചു വിരലാണ് വേദന. ഇപ്പം നടക്കാൻ പറ്റിയാലെന്നായി, വീൽ ചെയറിലായി, ബൂട്ടിട്ട് നടക്കണം. ഇന്നലെ വരെ വീൽ ചെയറിലായിരുന്നു, എന്നാൽ ഇപ്പം ഞാൻ ബൂട്ടിട്ടൊക്കെ ചട്ടിയാടിയൊക്കെ നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ തമ്പുരാൻ ഓർമ്മിക്കുകയാണ് അവരുടെയൊക്കെ ആ വേദനകളിലോട്ട്. ശരിക്കും നമ്മുടെ രോഗികളാണെങ്കിൽ പോലും അവർ പേഷ്യൻസ് നമ്മളോട് പല വേദനകൾ പറയുമ്പോൾ നമുക്കത് നമ്മളൊന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്കുള്ള ആ ഒരു വേദന മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് ഇത്രയും ചെറുത് വന്നപ്പോൾ ഇത്രയും ആണെങ്കിൽ അവർ എന്തുമാത്രം വേദനകളിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ ഓരോ കൊച്ചു അറിയിപ്പുകൾ തരുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കും നമ്മൾ ആ നല്ല വശങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ വെച്ചോണ്ട് ചട്ടിപ്പോയി എനിക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ റുട്ടീൻ ഞാൻ എന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അത് വീണപ്പോഴും ഒക്കെ ഇപ്പോഴും അടുത്ത് ഞാൻ ഇന്ന് രാവിലെയാണ് ആദ്യമായിട്ട് ഇച്ചിരി ചട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ കൊച്ചിന് മെസ്സേജ് മോനെ അവേക്ക് എന്ന് പറഞ്ഞോണ്ട് പറയാനായിട്ട് ഇരുന്നപ്പോൾ അന്നേരം കഥയിൽ മുട്ട് കേട്ടു. ഒരു ബൂട്ട് അർജൻറ്റ് കയറി തന്ന ബൂട്ടുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് എനിക്കങ്ങനെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് എൻ്റെ മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ പോലെ അവനൊരു ബൂട്ട് മേടിച്ച് അവൻ കൊട്ടിയത് ഈ ബൂട്ട് തരാൻ വേണ്ടിയായിരുന്നു. മമ്മി ഞാൻ വേറൊരു ബൂട്ട് അപ്പോൾ അതിട്ടപ്പോൾ എനിക്ക് കൂടുതൽ അതെല്ലൊക്കെ ദൈവം നമുക്ക് തരുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിൽ നമ്മളെക്കുറിച്ച് ഓർക്കാൻ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരെയൊക്കെ അന്നേരം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ചെറിയ വീഴ്ച ഉണ്ടാകുമ്പം എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഇന്നലെ എനിക്ക് കുറച്ച് ഉണ്ടാക്കാനൊന്നും പറ്റി. ഞാനൊരു ഉണ്ടാക്കൽ കാര്യം എനിക്ക് അങ്ങനത്തെ ഫുഡ് കഴിക്കലൊന്നും ഇല്ല, സ്മൂത്തി ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വളരെ ഈസിയാണ്. എൻ്റെ ഡയറ്റ് ഇങ്ങനെ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡയറ്റ് അല്ലാത്തതുകൊണ്ട് എങ്കിൽ പോലും അവർ
അതും ഇതുമൊക്കെ രണ്ട് കൂട്ടുകാരികൾ അവരുടെ വേറൊരാൾ പുള്ളിക്കാരത്തിൻ്റെ വായിട്ട് കുറേ വെജിറ്റബിളും അങ്ങനെ കുറേ സാധനങ്ങൾ കുക്ക് ചെയ്തു എല്ലാം കൊടുത്തു വിട്ടു. ഞാൻ അത്രയൊന്നും കഴിക്കില്ലെങ്കിലും നമുക്കതൊരു വലിയ സന്തോഷമാണ് അല്ലേ, നമ്മളെ ഓർക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള അങ്ങനെയൊക്കെയുള്ള നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള ദൈവം ഓരോ ആൾക്കാരിൽ കൂടി തമ്പുരാൻ ഇങ്ങനെ വരുന്നതും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് ഓരോ അവസരങ്ങളും ഞാനിതിനകത്തൊന്നും പ്രത്യാശ കൈവിടാതെ ചെറിയതല്ലേ ഉള്ളൂ, ഇപ്പം അങ്ങ് ശരിയാവും, ഇന്നിപ്പം നടക്കാൻ പറ്റിയപ്പോൾ പ്രത്യാശ നമുക്ക് സന്തോഷമായി. അപ്പോൾ സ്മ്യൂളിലൊക്കെ ഞാൻ ഇനി 6 ആഴ്ച കിടക്കുക, 6 വീക്സ് മെഡിക്കൽ റെസ്റ്റ് ലീവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ അലട്ടുന്ന കുറേ ചിന്തകളുണ്ട്, ഇനി പേച്ചക്ക് കട്ടായി പോകും, അത്രയും ലീവ് എനിക്കുണ്ടോ, അങ്ങനെയൊക്കെയുള്ള മാനസികമായ കുറേ ആവലാദികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കും അല്ലേ, ഈ സമയവും കടന്നു പോവും, എല്ലാം കടന്നു പോവും, എല്ലാം നടക്കും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നമ്മൾ ഇരിക്കുക. സ്മ്യൂളിലൊക്കെ ഇനി ഞാൻ തകർത്തടിച്ച് പാടാൻ പോവുക, കാരണം സമയം കിടക്കുമല്ലോ, 6 വീക്സ് മെഡിക്കൽ ലീവാണ്. അപ്പം സ്മ്യൂളിലൊക്കെ എനിക്ക് വീഡിയോ സോങ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അത് ചെയ്യുമ്പോൾ കാലൊക്കെ ഇങ്ങനെ താത്തിയിട്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നീര് വെക്കും. അപ്പം ഞാൻ പോയി കിടക്കും, ഒരു പാട്ട് പാടും, പിന്നെ പോയി കിടക്കും, പിന്നെ കിടന്നുകൊണ്ട് പാടും. അങ്ങനെയൊക്കെ നമ്മൾ ഈ പാട്ടിൽ കൂടെയൊക്കെ നമ്മൾ ആ പാടുന്ന സമയത്ത് നമ്മൾ ഈ വേദനകളോ വിഷമങ്ങളോ ഒന്നും ഓർക്കാതെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് അങ്ങനെ പാടാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ അല്ലേ ഇത്രമെല്ലാം ബാക്കിയെല്ലാം ചലിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞ പോലെ ഒരു ചെറു വിരലാണെങ്കിലും അതിനും ജീവിതത്തിൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒളിച്ചാടിക്ക് നടക്കാൻ ഒരു പ്രധാന പങ്കുണ്ട്. ചെറുതിലും ഒരു വലിയത് ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് പലപ്പോഴും തള്ളിക്കളയുന്ന പല ആൾക്കാരും പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് പോലും ചെറുവിരൽ എന്ന് വിചാരിച്ചാലും അതിനും പലതും ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഇത് വന്നപ്പം കടന്നുപോയി. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന സ്കിൻ കെയർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓണം വരുമോ, ഓണത്തോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ.